അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്വാദിഷ്ടമായ പായസം ഉണ്ടാക്കാം. ചക്കക്കുരു പായസം ഉണ്ടാക്കാൻ ഞങ്ങൾ 50 ചക്കക്കുരു ആണ് എടുത്തത്. ചെറിയ ചക്കക്കുരു ആയതുകൊണ്ടാണ് 50 എടുത്തത്. കുക്കറിൽ 4 വിസിൽ വന്നപ്പം ചക്കക്കുരു വെന്തു. ചക്കക്കുരു വേവിക്കുന്നതിന് മുന്നേ ഇരുമ്പ് കൊണ്ട് ഇതുപോലെ ഒരു വശം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ വേവിച്ചതിന് ശേഷം തൊലി ഇളക്കാൻ എളുപ്പമാണ്. വേവിച്ചെടുത്ത ചക്കക്കുരുവിൻ്റെ പുറംതൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ബ്രൗൺ തൊലി കളഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ വേവിച്ചെടുത്ത ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ കഷ്ണങ്ങളോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പായസത്തിന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കഷ്ണങ്ങളും ഉണ്ട്, പിന്നെ കുറേയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. പായസം ഉണ്ടാക്കാൻ 2 ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാല് 1 കപ്പ്, 2-ാം പാല് 3 കപ്പ്. 1/4 കിലോ ശർക്കര ഉരുക്കിയ പാനിയാണ്. ഇത് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് തേങ്ങാക്കൊത്ത്, നെയ്യിൽ മൂപ്പിച്ചത്, ഏലക്കാപ്പൊടി, നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ചുവടുകട്ടിയുള്ള ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടി ചേർക്കാം. ഇങ്ങനെ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. പക്ഷേ തരിയോടുകൂടി അരച്ചെടുക്കണം. ഇപ്പം ഈ ചക്കക്കുരു നെയ്യിൽ കിടന്നൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല. മധുരം നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉള്ളത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനാണ്. ഇപ്പം ആവശ്യത്തിന് മധുരമേ ഉള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ശർക്കര കുറച്ചും കൂടി ഒഴിക്കുക. ഇതിപ്പോൾ 1/4 ഭാഗം ശർക്കര പാനിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് 1-ാം പാല്, ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചൂടായാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്.